വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. പുറത്ത് നല്ല തകർത്ത് മഴ പെയ്യുണ്ടെങ്കിലും നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തെ സൂറത്ത് ബാംഗ്ലൂർ പര്യടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. നല്ല 10 ദിവസമായിരുന്നേ. അൽക്കടൊപ്പം പ്രത്യേകിച്ച് അൽക്ക പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്ര നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂറത്തിൽ പോയി അവിടെയും നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഫാമിലിയുടെ ഒപ്പമുള്ള കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് ഇന്നലെ ഇവിടെ കേരളത്തിലെത്തി. വീടെത്തിയപ്പോക്ക് രാത്രി ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ട് നല്ല ടയർഡായത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ എവിടൊക്കെ പോയാലും എത്രയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കാനുള്ളൊരു ത്വര വരുമല്ലോ. അങ്ങനെ ഒരു ത്വരയിലാണ് ഇന്ന് രാവിലെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ എണീറ്റത്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സെയിം ത്വരയുണ്ടായിരുന്നു, നല്ല ചോറും മീൻകറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അമ്മയുടെ കുറച്ച് റെസിപ്പീസൊക്കെ നമുക്കിന്ന് ഒരു വീഡിയോ ആക്കാം. സാധാരണ രാവിലെ എണീറ്റോടെ നമ്മുടെ കുക്കിംഗ് തീരാറുണ്ട് കേട്ടോ. ഒരു 9 മണി 9:30 ആകുമ്പോഴേക്ക് കുക്കിംഗ് കംപ്ലീറ്റ് തീരും. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന്, യുവിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. ഒപ്പം നമ്മളിവിടെ ഹെൽപ്പിന് നിൽക്കുന്ന ചേച്ചിക്ക് ചെറുതായിട്ട് BP ലോ ആവുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായി. അമ്മ അവരെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി തിരിച്ചു വന്നു. എനിക്കും ചെറിയ തലവേദന, ചുമ, തൊണ്ടവേദന ഒക്കെ ആയിട്ട് കുറച്ച് സ്ലോ മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അമ്മ ഇപ്പോൾ അതേ കുക്ക് ചെയ്യാൻ വേണ്ടി പോണേ ഉള്ളൂ. ഞാനിപ്പോൾ ഇനി കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്തുമ്പോഴേക്ക് തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ തീരും. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് നമുക്ക് അമ്മയുടെ കുറച്ച് കുക്കിംഗ് കാണാം. എന്താണ് യുവി ആദ്യമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പാപ്പ എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അമ്മ അച്ഛനൊന്നും പറയുന്നതിൽ കാര്യമില്ല. ജീവിക്കാൻ നമ്മൾ അപ്പാപ്പ ചോദിക്കണം അല്ലേ യുഷ? നല്ല വെളുത്തുള്ളി എന്താന്ന് യുവിയുടെ ലഞ്ച്? എല്ലാ പച്ചക്കറിയുണ്ട്, എല്ലാ പച്ചക്കറിയും ഉള്ളി നിൽക്കുന്നു. ഞാൻ വന്നിട്ടേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, കൈ ഉറച്ചിട്ടുണ്ടായിരിക്കില്ലേ? വെറുതെ ഇരിക്കല്ല, നേരത്തെ ഇന്ന് കാര്യമായിട്ട് വെള്ളരിക്ക എറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര ദിവസം അമ്മയ്ക്ക് വെള്ളരിക്ക കറി വയ്ക്കാതെ കൈ വറക്കിയിരുന്നു. വെള്ളരിക്ക കറിയല്ല, മോരുകറിയാണ്. ഈ അതിന് വെള്ളരിക്ക കറി, മഞ്ഞക്കറി എന്നൊക്കെ മഞ്ഞക്കറി ഈ പേരിട്ടതാണ്. ഇത് സംഭവം മോരുകറിയാണ്. ഇത് നമ്മുടെ മെനു എന്തൊക്കെയാണ്? എന്റെ മൂഡ് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാനുള്ളത്. മഞ്ഞക്കറി ഉണ്ട് കഴിഞ്ഞപ്പോ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ. പക്ഷെ അമ്മയുടെ മഞ്ഞക്കറിക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത്ര ഇഷ്ടമല്ലാന്ന് പറഞ്ഞത് കാരണം ഒരുപാട് ആൾക്കാർ മഞ്ഞക്കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മെനു? ഉണക്കസ്രാവ് വറുത്തത്. അതിന് മുന്നൊരു കാര്യം പറഞ്ഞ, അമ്മ ഉണ്ടോ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് അമ്മ മൈക്ക് വെക്കണം. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, സ്കൂളിൽ നിന്നും ക്ലാസ് എടുക്കാറ്. ഓ ശരി, അത് ശരിയാ. അമ്മയ്ക്ക് ശബ്ദത്തിന് കംപ്ലൈന്റ് ഉണ്ടായത് കാരണേ ക്ലാസ് എടുക്കാൻ വേണ്ടി അമ്മ സ്ഥിരമായി മൈക്ക് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഒരു വീഡിയോഗ്രാഫിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് അമ്മ മൈക്ക് കണ്ടാ ഞാൻ ക്ലാസ് എടുക്കാൻ തന്നു. എന്നാ പറയും, ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ മെനു? ഇന്ന് ഉണക്കസ്രാവ് വറുത്തത്, അതെന്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ നീ പറയണ മഞ്ഞക്കറി. മഞ്ഞക്കറി എന്ന് പറഞ്ഞാൽ മോരുകറി. വെള്ളരിക്ക, ചേന, കായ, നേന്ത്രക്കായ. മത്തങ്ങ ഉണ്ടോ? മത്തങ്ങ അച്ഛൻ വാങ്ങിയില്ല, അച്ഛനോട് വാങ്ങാൻ പറഞ്ഞതായിരുന്നു. നന്നായി. പിന്നെ കൂടെ ചേർത്തിട്ട് മോരുകറി വയ്ക്കും. പിന്നെ നമ്മുടെ ഒരു എവർഗ്രീൻ ഉപ്പേരി ഉണ്ട്, പയറും കായും. ഉണ്ടാക്കണ്ടോ? അതുണ്ടാക്കണോ? അത് മുഖം കണ്ടുണ്ടാക്കണ്ടോ? അയില, കുഞ്ഞി അയിലക്കുട്ടികളുണ്ട്, അതുകൊണ്ട് മുളക് കറി. മത്തിപ്പുളി അല്ല, അയിലപ്പുളി. അത് അച്ചമ്മയുടെ റെസിപ്പി കേട്ടോ. അച്ചമ്മ നല്ല ഉഷാറായിട്ട് മത്തിപ്പുളി ഉണ്ടാക്കും. അത് കണ്ട അമ്മ ഇൻസ്പയർഡ് ആയിട്ട് അയിലപ്പുളി ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ? അയിലപ്പുളി അല്ല, മത്തിപ്പുളി ഉണ്ടാക്കും. ഇന്നിപ്പോ മത്തിയല്ല കിട്ടിയത്, അയില. പക്ഷെ അച്ചമ്മയുടെ മത്തിപ്പുളി കേട്ടോ അമ്മേനൊക്കെ നല്ലത്. ഇത് കുക്കർ എടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. മെനു വളരെ സിമ്പിളാണ്. വെള്ളരിക്ക കറി, ചോറ്, ഉണക്കസ്രാവ് വറുത്തത്, കായും പയറും തമ്മിലുള്ള ഉപ്പേരി, പിന്നെന്താണ്? അയിലപ്പുളി. ചെറിയ ലൈറ്റിന്റെ ഒരു കുറവില്ലേ? ഒരു എക്സ്ട്രാ ലൈറ്റ് ഞാൻ വെക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഞാൻ അവിടുന്ന് കൊടുത്ത ലൈറ്റ് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ആവണില്ല. അപ്പൊ അതെന്താന്നുള്ളത് ഇപ്പൊ നോക്കാനുള്ള സമയമില്ലാത്തത് കാരണം അമ്മ എനിക്ക് പെട്ടെന്ന് ഇവിടുത്തെ ട്യൂബ് ലൈറ്റ് ഇട്ടെന്നില്ല, അങ്ങോട്ട് തിളങ്ങി ഞാനതിൽ. അപ്പോൾ സമയം കളയാൻ നമുക്ക് മഞ്ഞക്കറി റെസിപ്പിയിലോട്ട് പോകാം. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ഞക്കറി അല്ല, മോരുകറി. ഇതൊന്ന് ട്രൈ നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ കറി കാണുമ്പോൾ നിങ്ങൾ എണീറ്റ് വന്നിട്ടൊന്ന് ബഹുമാനിക്കും. എന്റെ അതേ അവസ്ഥയാവും. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. കാശ്മീരി മുളക് പൊടി. അല്ല, അതിൽ എന്തൊക്കെയാ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ ഒരു നല്ല ടീച്ചറല്ലാട്ടോ. പോരെ, നേരത്തെ ഞാൻ കഷ്ണങ്ങൾ പറഞ്ഞു. വെള്ളരിക്ക, ചേന, കായ.
അത് എണ്ണ ഒഴിച്ച് മത്തങ്ങയും കൂടെ ഇടാറുണ്ട്, പക്ഷെ ഒന്നും മത്തങ്ങ ഇല്ലാത്തത് കാരണം അത് ഇട്ടിട്ടില്ല. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്ത മുളക് പൊടി. പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചധികം ഇടാം. കാരണം എന്താ വെച്ചാൽ മഞ്ഞച്ചിരിക്കണല്ലോ. മഞ്ഞക്കറി ആവണമെങ്കിൽ മഞ്ഞച്ചിരിക്കും. ഈ കറിയുടെ വേറൊരു പ്രത്യേകതയും കൂടെ എനിക്ക് പറയാണ്ട്. ഇത് ഇവിടെ ഇഷ്ടമല്ലാത്ത എനിക്ക് മാത്രമാണ്. അച്ഛന് മഞ്ഞക്കറി ഉണ്ടെങ്കിൽ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഉപ്പിടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതാണ് അവരുണ്ടത്. എന്നിട്ട് എല്ലാം വേവുന്നവരെ 2 വിസില്. എന്റെ ടെൻഷൻ എന്താണെന്നറിയോ, ഈ റെസിപ്പിയൊക്കെ കണ്ട് അറിയാതെ ഞാൻ ഉണ്ടാക്കി പോകും. കുരുമുളക് പൊടി 1 സ്പൂൺ ഇടാം. കുരുമുളക് പൊടിയുടെ ഒരു മോര് കറി ആകുമ്പോൾ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് വേണം. ഓക്കെ. ഇതിന്റെ ഇടയിലോട്ടൊരു ക്ലീനിങ് അവിടെയൊക്കെ എന്തോന്ന് കണ്ടു നോക്കി. അപ്പം ഒരു വിസിൽ എവിടെ പോയി. 3 കുക്കർ ഉണ്ടായിരുന്നു. 3 കുക്കറിന് 3 വിസിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിസിൽ കാണാനില്ല. അതങ്ങനെ നമുക്ക് എത്ര വിസിലുണ്ടായാലും അവസാനം ഒരു വിസിലേ ഉണ്ടാവുള്ളൂ. അവിടെ എനിക്ക് 3 കുക്കർ ഉണ്ട്, അതിന് ഒറ്റ വിസിലേ ഉള്ളൂ. പഴക്കം സംഭവിച്ചിരിക്കണം കുക്കറിനാ. എനിക്ക് തോന്നുന്നു കുക്കറാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമില്ലാത്തത്. ഈ കുക്കർ പുതിയതാണ്. ഇത് കുറേ പഴക്കമുള്ള കുക്കർ. എൻ്റെ നെതർലാൻഡ്സിലെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ നല്ല അവിടുത്തെ പോലെ നല്ല അടിപൊളി പാത്രങ്ങളാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അങ്ങനത്തെ പാത്രത്തിൽ പ്രസന്റ് ചെയ്യണത് വീഡിയോന്റെ ഭംഗിക്ക് ആവശ്യമാണ്. അമ്മയ്ക്ക് നമ്മളിവിടെ വാങ്ങിയ പാത്രങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ കോംപ്ലക്സിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, കോംപ്ലക്സ് അല്ല പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് നല്ല പാത്രങ്ങളൊക്കെ കണ്ടുപരിചയം. ഇവിടെ സാധാ പാത്രത്തിലല്ലോ മഞ്ഞക്കറിയല്ലേ കാര്യം. ഇത് വേവാനുള്ള സമയം എടുക്കുന്ന സമയത്ത് കൊണ്ടേ ഉണക്കസ്രാവ് വറക്കാം. മീൻ ആദ്യം പാത്രമൊക്കെ ചൂടായിട്ട് എണ്ണയൊക്കെ കൊഴിച്ചിട്ട് അതിൽ മീനൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വർക്കേരിയെ കൊണ്ടുപോയിട്ട് വറക്കും. അവിടെ തന്നെ ചെയ്യാം. കാരണം എണ്ണയൊക്കെ ഇവിടെയാണ്, അവർക്കാണ്ട് കൊണ്ടുപോണ്ടേ. അതിന് എളുപ്പത്തിന് ഇവിടെ വെച്ചിട്ട് പാത്രം ചൂടായി എണ്ണ ഒഴിച്ച് മീനൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വർക്കേരിയെ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോണ്ടേ. അമ്മക്ക് പുറത്തൊരു ചെറിയ സ്റ്റവ് ഉണ്ട് കേട്ടോ. സ്റ്റൗവില്ല. ഇപ്പൊ ഗ്യാസിന് ക്ഷാമം വന്നപ്പോഴേ പ്രൈവറ്റ് വല്യച്ഛൻ്റെ വീട്ടിൽ ഗ്യാസ് തികയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ആണോ? അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ പുറത്ത് ഇൻഡക്ഷൻ കുക്കറുണ്ട്. ഓ ശരിയാ. ഇവിടെ അത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. തറവാട്ടിലൊരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. വട്ടംകുളത്ത് തറവാട്ടിലൊരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. കുക്കറല്ല, ഇൻഡക്ഷൻ സ്റ്റവ് അല്ലേ, സ്റ്റവ് എന്നല്ലേ പറയാ, ഇൻഡക്ഷൻ അത് മതി. അതുണ്ടായിരുന്നു. അപ്പൊ അവിടെ 2 സ്ഥലത്തും സോളാർ ഇല്ലാത്തത് കാരണം ഉപയോഗം കൂടുതലായപ്പോൾ കറണ്ട് ബില്ല് കൂടി കഴിഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കറണ്ട് ബില്ല് ഉണ്ടോ? അപ്പൊ മാസങ്ങളായിട്ട് സോളാർ വെച്ചതിന് ശേഷം കറണ്ട് ബില്ല് ഇല്ല. ഫുൾ ടൈം ഇപ്പൊ എ സി ഇല്ല. മഴ പെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എ സി ഇട്ട് 270 രൂപ വരും. അമ്മ പറഞ്ഞ പോലെ നമ്മൾ എണ്ണ ചൂടാക്കി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഉണക്കസ്രാവ് ഇട്ട് അടച്ചു വെച്ച് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വറക്കും. ഇത് ആക്ച്വലി ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ ഭാഗമൊക്കെ കിച്ചണൊക്കെ ഒരു 23 എത്ര കൊല്ലം പഴക്കമുണ്ടാവും? 23 കൊല്ലോ 25 കൊല്ലം. 25 കൊല്ലം പഴക്കമുള്ള ഒരു കിച്ചൺ ആണെന്ന് പറയുമോ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓരോ മൂലക്കിലൊരു പൊടി കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അന്ന് ഉറങ്ങാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. അലുക്ക വരുമ്പോഴും പറയാറുണ്ട് എങ്ങനെയാണ് ഒരു 25 കൊല്ലം വീണ്ടും വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അമ്മമ്മയ്ക്ക് വയ്യാതെ ആവുന്നത് വരെ തറവാടും അമ്മമ്മ സ്പോട്ട്ലെസ് ആയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുനടന്നിരുന്നത്. അതൊരു കഴിവ് തന്നെയാണ്. അതല്ല, അപ്പപ്പോ വൃത്തിയാക്കും. എനിക്കത് ഇവിടെ ലേശം പൊടിയുണ്ട്, അപ്പം വൃത്തിയാക്കും. ഒന്നിച്ച് ക്ലീനിങ് ഇല്ല. എനിക്ക് അത്യാവശ്യം നല്ല കടുത്ത പനിയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വെടിക്കോറം ഈ ഒരു ഭാഗമല്ലേ വർക്ക് ഏരിയ, ഇത് നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരു അമ്മിയും അടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പം ഇങ്ങനെ കൂടുതൽ നമുക്ക് ഇപ്പോഴത്തെ ഉപയോഗത്തിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളവിടെ വെടിക്കോറെന്നും പറയും കേട്ടോ. നിങ്ങളവിടെ പറയാറുണ്ടോ വെടിക്കോറെന്ന്? എനിക്ക് ഈ ഉണക്കസ്രാവ് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നറിയോ? മുന്നേയൊക്കെ എനിക്ക് ചോറും ഉണക്കസ്രാവും കടുമാങ്ങിയും നല്ല തൈരും മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം മതിയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തില്ലേ ദീമേമ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദീമേമനെ, സ്റ്റിൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, എത്ര നല്ലൊരു ടേസ്റ്റാണ് മേമ അറിയാതെ പോണത്. കിടന്നു വരുമോ? അപ്പോൾ എത്ര നല്ലൊരു ടേസ്റ്റാണ് മേമ അറിയാതെ പോണത്. ഇത്രയും ടേസ്റ്റ് മേമ അറിയാതെ പോയാൽ എങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം മേമ കഴിക്കുമ്പോൾ മേമയ്ക്ക് ടേസ്റ്റ് തീരെ മനസ്സിലാവാത്തത് കാരണമായിരിക്കും, അല്ലെങ്കിൽ അറിയാത്തത് കാരണമായിരിക്കും ഇഷ്ടം വരാത്തത് എന്നുള്ളത്. അതുകൊണ്ട് ഞാനും മേമയും എടുത്തിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉണക്കസ്രാവ് പൊട്ടിച്ചിട്ട് മേമയുടെ ചോറിൻ്റെ ഇടയിൽ വെച്ചു. പക്ഷെ അത് മേമ കയ്യോടക്കനെ പൊട്ടി. മേമ കഴിച്ചില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര മിസ്സിങ് അല്ലേ. ചെറിയ കുട്ടിയാകുമ്പോൾ കേട്ടോ, എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് മേമയ്ക്ക് ഒരു മിസ്സിങ് വേണ്ട വെച്ചിട്ട് ചെയ്തതായിരുന്നു. പിന്നെയാണ് ലേറ്റർ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കോൺസെപ്റ്റ് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന്
ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് പാചകത്തിലാണ്. പാചകത്തിൽ അമ്മയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അറ്റ് ടൈം വന്നേ ഫോക്കസ് ചെയ്യാൻ പറ്റും. നേന്ത്രക്കായും പയറും കൂടെ. നേന്ത്രക്കായുടെ തോല് കളയില്ല? നേന്ത്രക്കായുടെ തോല് ഉപ്പേരിക്ക് കളയണമെന്നില്ല. അമ്മ ഈ തോല് വെച്ചിട്ട് മാത്രം ഒരു ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാനില്ല ഉണ്ടാക്കാറ് പണ്ട് കാലത്തെ. ഇപ്പോഴല്ല, പഴയ കാലത്ത് ശർക്കര ഉപ്പേരിയും വറുത്തുപ്പേരിയൊക്കെ വീട്ടിൽ വർക്ക് ചെയ്യാം. തലേ ദിവസമാണ് വറുക്കുക. അപ്പോൾ തലേ ദിവസം ഈ ഒരുപാട് വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയൊക്കെ വറുക്കുമ്പോൾ കുറേ നേന്ത്രക്കായുടെ തോലുണ്ടാവും. ആ തോലുകൊണ്ട് തലേ ദിവസം, തലേ ദിവസം പണ്ട് കാലങ്ങളിൽ വീടുകളിലെ രാത്രിത്തെ ഉപ്പേരിയാണ് കായത്തോലിൻ്റെ ഉപ്പേരി, നേന്ത്രക്കായുടെ ഉപ്പേരി. ഇപ്പോഴത്തെ കാലത്തല്ല, പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. കായത്തോലുപ്പേരി നല്ലായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ നെതർലാൻഡ്സിൽ വന്നിട്ട് അമ്മ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണ്? പയറ് നേന്ത്രക്കായ ഉപ്പേരി. ഇത് മോരുകറിയുടെ ഒപ്പം അധികം അമ്മ ഉണ്ടാക്കാറില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോറ് ഈ ഒരു മഞ്ഞക്കറീനായിട്ട് കുഴച്ച് അതിൻ്റെ മുകളിൽ ഉപ്പേരി വെച്ച് അച്ചാറും വെക്കുമായിരുന്നു. അത്രയും വെച്ചിട്ടാണ് നമുക്ക് ലഞ്ച് പാക്ക് ചെയ്ത് തരുന്നുണ്ടായിരുന്നത്. ലഞ്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്തത്. ലഞ്ച് കഴിക്കാൻ പറ്റാത്തതല്ല, അമ്മയുടെ സിറ്റുവേഷനിൽ അമ്മ തന്നെ ആക്ച്വലി ദ ബെസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം രാവിലെ ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തയക്കുക, അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഡിന്നറിന് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കുക, ഒപ്പം അമ്മയ്ക്ക് നമ്മുടെ ഒപ്പം സ്കൂളിലേക്ക് ഇറങ്ങണം. പക്ഷേ പ്രശ്നം എന്തായിരുന്നു എന്നറിയോ, എനിക്ക് അത് കുഴച്ച് വെക്കുമ്പോൾ ഒരു കവറിലിടുമ്പോൾ അതിൽ നിന്നിങ്ങനെ ഒലിച്ച് വരിക, അത് കമ്മ്യൂണിക്കേറ്റ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പ്രശ്നം. ഞാൻ അന്ന് മര്യാദയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷേ കാലം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആ കറി അതുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കറിയായി. പക്ഷെ അമ്മ വാരി തരികയാണെങ്കിൽ ഓക്കെയാണ്. ഇതിലേ വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുകിടുക. കടുകിടുമ്പോഴേ പൊട്ടിത്തെറിക്കുന്ന ആലോറും. അപ്പോൾ അടച്ചു വെച്ചാൽ കടുക് പൊട്ടിത്തെറിക്കില്ല. ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും കടുക് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അടച്ചു വെക്കുമായിരുന്നു. അമ്മ ചെയ്യണത് കണ്ടിട്ടാട്ടോ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് കണ്ട് വിഷ്ണുവിൻ്റെ അമ്മ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നല്ലൊരു ഐഡിയ ആയിരുന്നു മോള് പറഞ്ഞത്. വൈദവേ എന്നെ ഈ ലോകത്താകെ മോളെ എന്ന് വിളിക്കുന്ന അമ്മയാണ്, ആരും വിളിക്കാറില്ല. അപ്പം നല്ലൊരു ഐഡിയ ആണ് മോള് പറഞ്ഞത്. അതുകൊണ്ട് സ്റ്റവ് നല്ല നീറ്റായിരിക്കുന്ന. അതുകൊണ്ട് കടുക് പൊട്ടിത്തെറിച്ച് 4 കുറവില്ല. കടുക് പൊട്ടി എൻ്റെ മോളെന്ന് വിളിക്കാത്ത എന്റെ ഒരാൾ മോളേന്ന് വിളിച്ചു. ആദ്യം അമ്മ മോളേന്ന് വിളിച്ചു, പിന്നെ കണ്ണ് നിറഞ്ഞു പോയി. സ്വഭാവം കൊണ്ടാവുന്നൊക്കെ സംശയം. മോളേന്നുള്ള എന്റെ മുന്നിൽ വേറെ പലതും ആഡ് ചെയ്യാൻ തോന്നാറുണ്ട്. പക്ഷെ ഈ വീട്ടിൽ ആർക്കും ഒരു നിക് നെയിം ഇല്ല, അതായത് ഇങ്ങനെ വിളിക്കണ പേരില്ല കേട്ടോ. വെല്ലച്ചൻ്റെ നിർബന്ധമായിരുന്നു അത്. കാരണം അങ്ങനത്തെ പേരുകൾ ആവശ്യമില്ല എന്നായിരുന്നു വെല്ലച്ചൻ പറഞ്ഞിരുന്നത് അല്ലേ. അതുകൊണ്ട് എന്നെയൊക്കെ ഐശ്വര്യേ എന്നാണ് വിളിച്ചിരുന്നത്. ഇതാ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ചുവന്ന മുളകും എപ്പോഴും തെറിക്കില്ലേ പുറത്തേക്ക് എണ്ണ? അപ്പോൾ അത് അടച്ചിക്കാറുണ്ട് സാധാരണ. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വയ്ക്കും. എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടില്ല. എന്നിട്ട് ഒന്നുകൂടെ വാട്ടുക. അപ്പൊക്കെ സാധാരണ ഞാൻ അടച്ചു വയ്ക്കാറുണ്ട്. അടച്ചു വെച്ചാൽ അതൊന്നും പൊട്ടിത്തെറിക്കില്ല. മണും അധികം പുറത്ത് വരില്ല. ഇടയ്ക്കിടയ്ക്ക് തുറക്കാൻ ഇട്ട ഉടനെ പൊട്ടിത്തെറിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെള്ളം കുറേ പറ്റില്ലേ. അമ്മയുടെ ഫുഡ് ടേസ്റ്റിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഹെൽത്തി ഫുഡാണ്. കാരണം അധികം എണ്ണ പുളി ഒന്നും കഴിക്കില്ല. എരിവുണ്ടാവാറുണ്ടല്ലേ കുറച്ച്? എണ്ണ ചേർക്കില്ല. പുളിയൊക്കെ അസിഡിറ്റി ഉള്ളതുകൊണ്ടേ വയറിനധികം പറ്റില്ല. കുറച്ച് പയർ നമ്മളവിടെ അങ്ങനെ വലുതാക്കിയിട്ടാട്ടോ പയർ മുറിക്കാറ്. അൽക്കട അവിടെ നിന്ന് ഞാൻ പയർപ്പേരി ഉണ്ടാക്കുമ്പോൾ അൽക്ക പറയണ്ടായി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പയർ മുറിക്കാറെന്ന്. നമുക്ക് പിന്നെ മലപ്പുറം കോഴിക്കോടൊക്കെ എല്ലാ ഉപ്പേരിയാണ് ഉണ്ട്. ഞങ്ങൾക്ക് തോരനും മെഴുക്ക് വരട്ടിയൊന്നുമില്ല, എല്ലാം ഉപ്പേരിയാണ്. നേന്ത്രക്കായ രണ്ടിനും ഏകദേശം ഒരേ വേവാകും. തോല് കളയാത്ത നേന്ത്രക്കായും കൂടെ ഇടുന്നുണ്ട്. ഉപ്പേരിക്ക് തോല് കളയില്ല, കറിയിലേക്കാണ് കളയാറ്. തോല് കളയുക, കാള വയ്ക്കുക, അവിയലൊക്കെ വയ്ക്കുമ്പോൾ ഒന്നും നമ്മൾ കളയാറില്ല. കളിനോരുണ്ടാവും, നമ്മൾ കളയാറില്ല. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരിക്കലും വേറെ പാടില്ല, കുറഞ്ഞാൽ ഉണ്ടാവുന്നില്ല. ചേരാൻ പാടില്ല. അമ്മ എടുക്കുമ്പോഴേക്കും ഓർമ്മ വരാൻ എന്താ പറയുക, ഇത് കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കും. അത് മര്യാദയ്ക്ക് ലിസൺ ചെയ്തിരുന്നുണ്ടോ, ഡിറ്റേഷൻ ഉണ്ടായിരിക്കും ഇത് കഴിഞ്ഞാൽ അല്ലേ? ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിച്ചാണേ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി വരില്ലേ. ടീച്ചേഴ്സിനൊരു വേഗം കണ്ടാൽ മനസ്സിലാവും കുറച്ച് വർത്താനം പറഞ്ഞാൽ രീതിയൊക്കെ വരും. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഡേ ടു ഡേയിലേ ചില കാര്യങ്ങൾ അമ്മ എന്നോട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുമല്ലോ. ഞാൻ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് മനസ്സിലായോ പിന്നെ അതെന്ന് പറഞ്ഞ് സെയിം രീതിയിൽ ഒരു 10 തവണ ഒരു കാര്യം പറയും. 10ാമത്തെ തവണ എൻ്റെ കുരു കിട്ടും. അതിനാണ് ഇത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നത്.
മറുപടി ഇല്ല. മറുപടി ഇല്ല. ക്ലാസ് എടുക്കുമ്പോഴേ പറയും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോഴേ എല്ലാ കുട്ടികൾക്കും ഒരേ ഒരു ഫോളോ ചെയ്യാൻ പറ്റണ്ടേ. അമ്മ ഇപ്പം എത്ര വർഷം വളർത്തിയത്? അമ്മ പറയുന്ന കാര്യം എത്ര തവണ പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അല്ല, അപ്പോൾ ആ രീതിയിൽ അങ്ങനെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കുക, ഇത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. എൻ്റെ കൂടെ പണിക്ക് കൂടി എന്താ അറിയോ, ഈ ഭയങ്കര ലാഗ് ചെയ്യും. നമുക്ക് അങ്ങനെയുണ്ട്. അതാണ് എൻ്റെ പണിക്ക് ഇത്ര പണിയെടുത്ത ഒരുങ്ങിയാവാത്തതും ലാഗിങ് കാരണം. മറ്റൊരു കാര്യം പറയണ്ട, അങ്ങനെയല്ല. അമ്മോടൊപ്പം പണിക്ക് കൂടിയാലേ നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ വന്നോണ്ട് രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ കാപ്പിയുടെ 3 ഗ്ലാസ് വെച്ചു, പാല് തിളപ്പിക്കാനുള്ള പാത്രം ഞാൻ എടുത്ത് വെച്ചു. ഞാൻ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കാപ്പിപ്പൊടി ഇട്ടിക്കണം, പാല് ഒഴിച്ചിക്കണം, വെള്ളം ഒഴിച്ചിക്കണം, അടുപ്പത്ത് കയറിയിരിക്കണം. പഞ്ചസാര ഇടുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുമ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിരിക്കണം. പിന്നെ കാപ്പി ആരുണ്ടാക്കിയത്? അപ്പം ഞാൻ സ്ലോ ആവണതാണോ അമ്മ ഫാസ്റ്റ് ആവണതാണോ പ്രശ്നം? അതല്ലേ, എനിക്ക് ഇങ്ങനെ വേഗം വേഗം പണി കഴിയണ്ടല്ലേ. ഇപ്പം അങ്ങനെ പണിയെടുത്താൽ ശരിയാകുമോ? ശരിയാണ്, പക്ഷേ ഇത്ര ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ഇരിക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് കുറച്ച് മെല്ലെ ഇരുന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുള്ളൂ. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിക്ക് ചായയും കടിയൊക്കെ കൊടുക്കാനുണ്ട്. അപ്പം അമ്മ അതൊക്കെ ഉണ്ടാക്കുകയാണ്. ചായയും കടിയും പറയാറില്ലേ? അമ്മ പറയാറില്ലേ, ഞാൻ പറയാറില്ല. ചായയും കടിയും, ചായയും പലഹാരവും. അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറയാൻ ഓർത്തെ. ഇങ്ങനെ ചില കമൻസ് വരാറുണ്ടല്ലോ, എനിക്ക് ഭയങ്കര അച്ചടി ഭാഷയാണ്, ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത്? അങ്ങനത്തെ വാക്ക് ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു എക്സാമിൻ നടത്തിയപ്പോഴാണ് എനിക്കൊരു സംഗതി മനസ്സിലായത്. അമ്മയുടെ മലയാളം നോർമൽ മലയാളം ആണെങ്കിലും അച്ഛൻ്റെ മലയാളത്തിലുണ്ടല്ലോ കുറച്ചിങ്ങനെ. ഇന്ന് രാവിലെ അച്ഛൻ പറയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേന് ഒരു ഉപേക്ഷ വരുത്തണ്ടെന്നൊക്കെ. അപ്പോൾ ഉവ്, വാഹനം, ഉപേക്ഷ അങ്ങനത്തെ വാക്കൊക്കെ അച്ഛൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നിന്ന് കിട്ടിയതാണ് അങ്ങനത്തെ കുറച്ച് ഭാഷകൾ അല്ലെങ്കിൽ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത്. വിഷ്ണു വന്ന ഉടനെ ഇന്ന് രാവിലെ തന്നെ കാലിക്കറ്റിലോട്ട് പോയിട്ടോ. വിഷ്ണുവിന്റെ പല്ലിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഒരു ടെമ്പററി സെറ്റപ്പാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വന്ന ഉടനെ വിഷ്ണുവിന്റെ ഡോക്ടർ കാലിക്കറ്റാണ്. കാലിക്കറ്റിലോട്ട് പോയി ഇന്ന് രാവിലെ തന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നാളെ ഇവിടെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് അതിന് ഫോട്ടോഗ്രാഫറൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് നാളെ ഈവനിങ് ഞാൻ കാലിക്കറ്റിലോട്ട് പോകും. അടുത്ത ദിവസം, അതായത് നാളെ കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം വിധുവും ആരുഷും വരുന്നുണ്ട് കേട്ടോ, ജർമ്മനിയിൽ നിന്ന്. അവരുടെ ആരുഷിന്റെ സമ്മർ വെക്കേഷൻ ആണ്. അപ്പൊ അവരൊരു 6 വീക്സ് ഇവിടെ നാട്ടിലുണ്ടായിരിക്കും. കുറേ കാലത്തിന് ശേഷമാണ് വിഷ്ണുവും വിധുവും കൂടെ വീട്ടിലുണ്ടാവുന്നതെന്ന് അമ്മയും അച്ഛനും പറയുന്നുണ്ടായി. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ചെറുതായിട്ട് പോകണം, ഒരു ഡേറ്റ് അതിന് കണ്ടുവെക്കണം എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ വിഷ്ണുവിന്റെ അടുത്ത് പറയുന്നുണ്ടായി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4-5 കൊല്ലൊക്കെ ആയിട്ടുണ്ടായിരിക്കും വീട്ടില് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നണേ. ഓട്ടോറിക്ഷ യുവിക്ക് എന്തൊക്കെ കാഴ്ചയറിയ ഇവിടെ. ഓട്ടോ, ബൈക്ക്, കാറ്, പട്ടി, പൂച്ച, അല്ലേ, കാക്ക, കുയില്, ഇതിനൊക്കെ യുവി കാണും രാവിലെ തൊട്ടിട്ട്. പൂമ്പാറ്റ അല്ലേ. സെക്കൻഡ് അവിടുന്ന് മാറിപ്പോക്കി മോരിയർ ഇപ്പൊ റെഡി ആവുന്ന ജസ്റ്റ് മിസ്സാട്ടോ. ഒരു സെക്കൻഡ് അല്ല, കുറേ നേരം മിസ്സാണ്. ഇതൊക്കെ റെഡി ആയി. എന്തിനാ വേണം? ഞാൻ ഇവിടുന്ന് പോയിട്ടൊരു 10 മിനിറ്റ് ആയിട്ടില്ല. നമ്മുടെ സ്റ്റവിന് സ്പീഡ് കൂടുതലാണെന്നൊക്കെ തോന്നണം. എന്തൊക്കെയാ അരച്ചത്? ഇതെന്തൊക്കെയാ? നാളികേരും ജീരകവും പിന്നെ തൈരും കൂടെ ചേർത്തിട്ട് അരയ്ക്കുക. നേരത്തെ വേവിച്ച് വെച്ചേക്ക്, അത്രേ ഉള്ളൂ. ഒരു കറി എളുപ്പമുള്ള കറിയാണ്, ഏറ്റവും വേഗം. സാമ്പാർ പോലെ ബുദ്ധിമുട്ടുള്ളതല്ല. നമുക്ക് ഗ്രേവി നല്ലോണം വേണമെങ്കിൽ നല്ല ലൂസാക്കി വെക്കാം. അപ്പൊ അതിക്ക് മോരൊഴിക്കില്ല? മോരല്ലേ ചോദിച്ച്. മോരും തേങ്ങയും ജീരകവും. ഓക്കെ. എന്നിട്ട് തിളപ്പിച്ച് തിള പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യണം. കടുക് അതൊക്കെ വറുത്തിടണം. അപ്പൊ മനസ്സിലായില്ലേ ഞാനൊരു എക്സ്പീരിയൻസ് കുക്കാണ്. കടുകിലേക്ക് ഇത് കുറച്ച് ഇത് കൂടെ ചേർക്കണം. ഉലുവയും കൂടെ ചേർത്താൽ നമുക്ക് ഇഷ്ടമാണ് ഈ മോരുകറി, ഈ മഞ്ഞക്കറി. എനിക്ക് ആക്ച്വലി മോരുകറി ഇഷ്ടമാണ്. ആണോ? ഈ മഞ്ഞക്കറി ഇഷ്ടം കഴിച്ചിട്ടുണ്ടോ? അല്ല, അമ്മയുടെ സ്പെഷ്യൽ മഞ്ഞക്കറി കഴിച്ചിട്ടുണ്ടോ? അത് കഴിച്ചിട്ടില്ല. ഇവിടെ ഞാൻ മോരുകറി കഴിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ പൊതുവെ എനിക്ക് മോരുകറി ഇഷ്ടമാണ്. മോരുകറി ആക്ച്വലി നല്ല കോമ്പിനേഷനാണ് നോൺ വെജിന്റെ കൂടെ അല്ലേ? നല്ല ബീഫിന്റെ ഒക്കെ നല്ലതാണ്. അപ്പൊ ഇന്നാ പറഞ്ഞേക്ക് ഇവിടുന്ന് മോരുകറി കഴിക്കാനുള്ള അവസരമാണ്. ഈ ലഞ്ച് കഴിച്ചോ? ഇല്ല. അപ്പൊ അവസരം
അച്ഛന് ഭക്ഷണം കഴിക്കാറായി. അമ്മയ്ക്ക് എന്റെ വീഡിയോ എടുപ്പം അത്രണ്ട് പെച്ചുണ്ട്. എടാ 1 മണിക്ക് ഭക്ഷണം വിളമ്പേണ്ട സമയം 1 മണി ആകാനായി. നമുക്ക് അയിലക്കറിയും കൂടെ വെക്കാനുണ്ട്. ഈ ഒരു കാര്യം ചെയ്തോ, കുട്ടിയുടെ ചോറ് തിരിച്ചു ഇടിക്കേ കൊടുക്കട്ടെ. അപ്പൊ ഇത് വറക്കൊന്നും വേണ്ടേ? എന്ത് ഇത് വറകൂടെയാണ്, തിള വരാനേ പാടുള്ളൂ. അല്ല അപ്പൊ ഈ ഇത് വറക്കണ്ടേന്ന്. എന്ത് കറിവേപ്പില? കറിവേപ്പില വറവുള്ളി ഇടും വേറെ. ഇത് ആദ്യം ഇതിലിട്ടാ സ്മെല്ല് വരും. എല്ലാത്ത റെസിപ്പി വീഡിയോ ആയി പോയി. തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതാണ് ഞാൻ പഠിക്കണത്. കുറച്ച് ഉലുവ അധികം ഇടണ്ട, ഉലുവ അധികം ഇട്ടാ കഴിക്കും. പിന്നെ ഒരു ഉണക്കമുളക് 1-2 സാധാ നമ്മുടെ കടുവറ. അത് പറഞ്ഞേ ഇവിടെ കൊണ്ടുപോയിക്കോ. പിന്നെ ഇതിന്റെ സ്മെല്ല് വരും, ചുമ വരും. ചുമ എക്സോസ് ഫാൻ ഇട്ടാ കുഴപ്പമുണ്ടായിരുന്നില്ല. അടച്ചു വെച്ച ഇത്ര വീഡിയോ എന്റെ ജീവിതത്തിൽ എടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര തിരക്ക്. അവിടെ എങ്ങോട്ടോ മറ്റേതോടെ അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറിന് നേരത്തെ പണിയാണ് ഈ മോര്. ഈ കൂടെ ഏറെ 1 മണിക്കൂർ. അമ്മയ്ക്ക് 4 സ്റ്റൗവിൽ 4 വെച്ച് അരമണിക്കൂറിൽ പണിയൊക്കെ തീർന്നു. അപ്പൊ ഞാൻ എങ്ങനെ റെസിപ്പി ഷെയർ ചെയ്യും? ഇത് വളരെ സ്പെഷ്യൽ റെസിപ്പി അല്ല, ഇത് സാധാരണ ഹോം. അതിന്റെ മേലേക്ക് തിരക്ക് കിട്ടാം. അപ്പൊ ക്യാമറ തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരത്തിനുള്ളത് വറച്ചിട്ടുണ്ട്. അതാണ് ഈ മാറിന്നാ പോയതല്ലേ? ആ ഈ അവിടെ ഇരിക്കുമ്പോ മേലേക്ക് തെറിക്കുമെന്ന് ഒരു ധാരണയില്ലേ. ഞാൻ ഉണ്ടാക്കുമ്പോ എന്ത് സംഭവിച്ചാലും ഒന്നും നമ്മുടെ തെറ്റായിരിക്കില്ല, ഒക്കെ അടുത്തുള്ളവരുടെ തെറ്റായിരിക്കും അല്ലേ? കയ്യെ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അല്ലേ? ഞാൻ ഒന്നും പറയാറില്ല, വെറുതെ ഇല്ലാത്തത് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. നമ്മുടെ കയ്യും കാലൊക്കെ തട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ദേഷ്യം വരും. ഇത് അമ്മ അടുത്തുള്ളവരാണ് ചീത്ത അറിയാം. കയ്യും തന്നിട്ട് വേദനിക്കുമ്പോ എല്ലാവർക്കും ദേഷ്യം വരും. ഞാൻ അയില അധികം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അധികം മത്തിയെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് ആദ്യമായിട്ടാണോ ചെറിയ അയില വാങ്ങിക്കണോടെ? ഇവിടെ അയില പൊതുവെ കുറവല്ലേ? ഇതങ്ങനെ വാങ്ങാറില്ല. എന്നാലും കുഞ്ഞമത്തി വാങ്ങാൻ പോയതാണ്, അച്ഛന് കിട്ടിയത് അയില തന്നെ, കുഞ്ഞനയില. അപ്പൊ ഇത് നേരെയാക്കി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. ഇത് അരയ്ക്കാൻ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കഴുകി വെച്ചാട്ടോ ഫ്രിഡ്ജിൽ ആദ്യം തന്നെ. അമ്മയ്ക്ക് പേടി ഞങ്ങൾക്ക് കമന്റ് വരുമെന്ന്. കഴുകി വെച്ചിട്ടില്ല, ഇതൊക്കെ കഴുകി വെച്ചതാ. കഴുകി വെള്ളം മാറ്റി എടുത്ത് വെച്ചതാണ്. പക്ഷേ ഈ വെളുത്തുള്ളി അധികം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര കാലത്തേക്കാണ് വെക്കാറ്? ഞാൻ അധികം 2-3 ദിവസമൊക്കെ. എനിക്ക് തോന്നുന്നു വെളുത്തുള്ളി അത് ചെയ്യാൻ പാടില്ല എന്ന്. ഈവൻ ഉള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കി വെക്കില്ലേ, അപ്പൊ എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ എന്റെ സയന്റിഫിക് വശം അറിയില്ല. സവാള കട്ട് ചെയ്ത് വെക്കരുത്, ഉള്ളി ഇതാക്കി വെക്കരുത്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ 1 മാസമൊക്കെ എടുത്തേക്കുമല്ലോ. അപ്പൊ ഇനി അതിൽ വല്ല വിനീഗർ ചേർക്കൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി നമ്മൾ തന്നെയാണ് ചെയ്യണത്. ഞാൻ പിന്നെ സ്പോട്ടിൽ കട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രപ്പാണ് ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കി തക്കാളിയുടെ സാധനം കട്ട് ചെയ്യണമെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ വരുന്നത് ഞാൻ ആരെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോന്നും എനിക്കറിയില്ല കേട്ടോ. കുറച്ച് വെച്ചാൽ മതി. ഇങ്ങനത്തെ കിണങ്ങൾ നമുക്ക് പറ്റില്ല. പെട്ടെന്ന് പരിപാടി വെക്കണം. ഈ ഒരു യന്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നമ്മുടെ കയ്യിലില്ലേ, അത് എനിക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം അതിൻ്റെ ഒരു ഫുൾ സെറ്റ് ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് ടൈം കുറച്ചൊന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ശരിയാക്കി ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചട്ടി 5 കിട്ടിയോ? നാളെ ആൾക്കാർക്ക് ചട്ടിക്കാരൻ കണ്ടപ്പോൾ വാങ്ങിയതാ ഞാൻ. പിന്നെ അത് നോക്കട്ടെ, നല്ല ചട്ടി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. നല്ല ഭംഗിയുള്ള ചട്ടി ഉണ്ടായില്ല. മുകളിലത്തെ ചട്ടി ഇത് മയക്കിയിട്ടില്ല. രസം കേട്ടോ. അടിയത്തെ മതിക്ക് മുകളത്തെ അതേപോലത്തെ ചട്ടി ഉണ്ട്. ഇത് നല്ലതാണ്. ഒന്നിച്ച് കറി മയക്കി തരുമോ? എൻ്റെ അവിടെ ഞങ്ങൾക്ക് 2 ആൾക്കാർക്ക് 3 ചട്ടിയുണ്ട്. ഇത് 4ാമത്തെ. ഞാൻ കുറെ മണ്ണിന്റെ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊരു സ്ഥലത്ത് പോയപ്പോ ഒന്ന് വാങ്ങിയത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകണം. നമ്മൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം അതിക്ക് നേരത്തെ അരച്ചു വെച്ച ഉലുവ ആഡ് ചെയ്തു. കടുകില്ല, ഉലുവ മാത്രം ഇട്ടു. അതിക്ക് നമ്മള് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, തക്കാളിയും കൂടെ അരച്ചത് ചേർത്തു. അതിന്റെ പച്ചമണം മാറണ വരെ നമ്മളൊന്ന് വഴറ്റി എടുക്കുകയാണ്. ഇത് ശരിക്കും അച്ചമ്മ റെസിപ്പി തന്നെയാണോ? ഉണ്ടാക്കാറ്. അമ്മ ശരിക്കും അച്ചമ്മയുടേതാണ് മത്തിപ്പുളി ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചത്. കുറച്ച് ഉള്ളിയല്ല ഉപ്പും കൂടെ ആഡ് ചെയ്യും. പക്ഷെ ഇങ്ങനെ വെക്കേഷൻസിന്റെ സമയത്തൊക്കെ വട്ടംകുളത്ത് പോകുമ്പോൾ അച്ചമ്മയുടെ മത്തിപ്പുളി നല്ല ചൊടിയുള്ള മത്തിപ്പുളിയായിരുന്നു. അമ്മയ്ക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് എരിവിടാനൊരു മടി ഉണ്ടായിരുന്നു, പച്ചമുളക് ഇടാനൊക്കെ. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇന്ന് വലിക്കണം. അതാണ് മത്തിപ്പുളിയുടെ ഒരു ടേസ്റ്റ്. അപർണ കഴിച്ചിട്ടുണ്ടോ മത്തിപ്പുളി? അമ്മമ്മയോ? അമ്മമ്മ മത്തിപ്പുളി ഉണ്ടാക്കാറില്ല. മത്തിപ്പുളി പിന്നെ എനിക്ക് തോന്നുന്നു നാളികേരം അരച്ചിട്ടാ ഉണ്ടാക്കാറ്.
അല്ല അതുവിടെ കരിഞ്ഞപ്പ അമ്മമ്മയുടെ വീട്ടിലും നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നാളികേരം അരച്ചിട്ട് വറുത്തരച്ചിട്ട് അങ്ങനെയൊക്കെ വെക്കുക. അല്ലാണ്ട് മുളക് കറിയായിട്ട് വെക്കില്ല. മുളക് കറി വട്ടങ്ങളത്തെ കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അമ്മ നല്ല അടിപൊളിയായിട്ട് നോൺ വെജ് ഉണ്ടാക്കും കേട്ടോ. അമ്മയുടെ ഫിഷ് കറി, മട്ടൺ വരട്ടിയത്, ചിക്കൻ, അതൊക്കെ നല്ല അടിപൊളിയാണ്. അപർണ നാൾ പറയണ്ടായിരുന്നു ബീനല്ലും അല്ലെങ്കിൽ ഭയങ്കര കുക്കല്ലേ എന്ന്. അമ്മയുടെ 32 കൊല്ലം എനിക്ക് കാശ്മീരി മുളക് പൊടി എത്ര ആവശ്യത്തിന് നല്ല അവനാൻ എരിവിന് നിറത്തിനും കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടി ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കാശ്മീരി മുളക് പൊടി നിറം കിട്ടുക. അപ്പോൾ എരിവ് കുറവാവും ചെയ്യും, നിറം കിട്ടും ചെയ്യും. അപ്പോൾ മീൻ കറിക്ക് നല്ല ചുവന്ന നിറം കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടാൻ നല്ലത്. ഇത് സൂറത്തിന് പൊടിച്ചോടുന്ന പൊടിയല്ലേ? സൂറത്തിലെ മുളക് പൊടിയാണ് മുളക് പൊടി. സൂറത്ത് സന്തോഷേട്ടൻ അവിടുന്ന് വരുമ്പോൾ എപ്പോഴും മുളക് പൊടി കൊണ്ടുവരണം. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണതും സൂറത്തിലെ മുളക് പൊടി കേട്ടോ. സൂറത്തിൽ നല്ല മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇത് നന്നായിട്ട് ഒന്നും കൂടെ പച്ചമണം മാറ്റുന്ന വരെ വരറ്റുക. നല്ല ചുവന്ന കളറ്. ഇത് ആക്ച്വലി ഉള്ളിച്ചമ്മന്തി അല്ലേ? ആ ഇതിലേക്ക് പുളി നമ്മളേ കുടംപുളി ചേർക്കും. പക്ഷെ ചെറിയ മീൻ ചെറിയ മത്തി ചെറിയ അയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ സാധാരണ പുളിയാണ് ചേർക്കാറ്, നമ്മളെ നാടൻ പുളി. മറ്റേതൊക്കെ വലിയ മീനുകളൊക്കെ വെക്കും. പുളി ഒന്നിച്ചേക്കിട്ടാ എന്താ? പുളി ആകുമ്പോൾ ചണ്ടി ഇങ്ങനെ ഇറക്കില്ലേ, ഈ ചണ്ടി ഇങ്ങനെ കറി നിൽക്കണ്ടേ, ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കും അല്ലേ? തിളച്ചിട്ട് മീൻ കഷ്ണം ഇടും. എനിക്ക് പുളിയുടെ കാര്യം എപ്പോൾ പറയുമ്പോഴും എനിക്ക് വിഷ്ണുവിൻ്റെ അമ്മേനായിട്ട് ഓർമ്മ വരാം. കാരണം അവിടെ അമ്മ വന്നിട്ട് രസം ഉണ്ടാക്കുമ്പോൾ അമ്മ ഇങ്ങനെ അമ്മേനെ പോലെയല്ല, കുറച്ച് സമയം എടുത്തിട്ട് കുറച്ച് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അമ്മ കുക്ക് ചെയ്യുന്നതിനിടയിൽ പോയിട്ട് സിനിമ കാണും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, കുക്കിംഗ് തീർന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് തീരാത്ത. അപ്പോൾ അമ്മ കുറച്ച് വേറൊരു മോഡ് ഓഫ് കുക്കിംഗ് ആണ്, അമ്മേനെ പോലെയല്ല. അപ്പോൾ അമ്മ രസം ഉണ്ടാക്കിയിട്ടും തീരാതെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം രസം 5 മിനിറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ രസം ഉണ്ടാക്കി അവസാനം എനിക്ക് പുളി ഇടാൻ മറന്നുല്ലോ എന്നുണ്ട് ഞാൻ നേരെ പുളി ഉണ്ടാക്കിയിട്ടു. പുളി ഇങ്ങനെ നമ്മൾ നേരെ ഒന്നും ഇടില്ല, നമ്മളിങ്ങനെ വെള്ളത്തിലാക്കിയിട്ടൊക്കെ ഇടുന്നുണ്ട് അമ്മനെ പഠിപ്പിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, പുളി ഇങ്ങനെ ഇട്ടാലും മതിയെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ തിരിഞ്ഞിട്ട് എന്താ പറയുക, അച്ഛൻ്റെ അടുത്ത് പറയുക കേട്ടോ, അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴേക്ക് പുളി കയ്യിൽ തരണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ട് രസം കുടിച്ചോളാൻ. അപ്പോൾ അങ്ങനെ പുളി അതുകൊണ്ട് എപ്പോൾ കാണുമ്പോഴേക്ക് അമ്മേനെ ഓർമ്മ വരും. ചുവന്ന കറി ഈ കറിവേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കറിവേപ്പിൻ്റെയിലൊക്കെ പിന്നെ അവസാനം തിളച്ച് വന്ന് വെന്ത് കഴിഞ്ഞ് വാങ്ങുമ്പോൾ കറിവേപ്പിൻ്റെ 5 മിനിറ്റ് കറിയാണല്ലോ അല്ലേ? അല്ല ഇത് കഷ്ണം വേവണം, 5 മിനിറ്റ് പോരാ, കഷ്ണത്തിൽ കിടന്ന് വേവണം. പക്ഷെ മീനിന് വേവ് കുറവല്ലേ? നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഇതിൽ നല്ല എരിവുള്ള ഇങ്ങനത്തെ പച്ചമുളക് നടു കയറിയിടാൻ ഒരു ഉപേക്ഷയും വരുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു പച്ചമുളക് ആക്ച്വലി ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാനുണ്ട്. അതിങ്ങനെ ഒന്ന് ഉടച്ച് ചോറ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇങ്ങനെ കുഞ്ഞൻമത്തി അല്ലാതെ വലിയ മത്തി കൊണ്ടും ഇടയ്ക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പഞ്ഞി കിട്ടില്ലേ, ആ പഞ്ഞിയും കൂടി കറിയിലോട്ട് ഇടാറുണ്ട്. അത് കൂടുതൽ ഈ കറിയുടെ ഒരു ഫ്ലേവർ കൂട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. കല്യാണമൊക്കെ ആയില്ലേ, അമ്മ എല്ലാം ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ കുക്ക് ചെയ്യാൻ? അല്ല അത്യാവശ്യം അപർണയ്ക്കും യദുവിനും ഒക്കെ കുക്ക് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. കുക്കിംഗ് അറിയാന്നുള്ള അതുകൊണ്ട് അത് മതി. അപർണയ്ക്ക് തന്നെ അറിയണം എന്താ ഇത്ര നിർബന്ധം? ഇന്നാള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മ വന്നോണ്ട് ചോദിക്കുക കുക്കിംഗ് ഒക്കെ അറിയുമെന്ന് പെൺകുട്ടിയുടെ അടുത്ത്. ഞാൻ അവരുണ്ടെന്ന് അറിയാതെ പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിച്ചു പോയി. അതെന്താ മറ്റേ ഇവന് പറഞ്ഞാൽ പോലെ ഇവൾക്ക് മാത്രം അറിയണത്, ഇവനറിഞ്ഞാൽ പോലെ അമ്മ എന്താ അവന്റെ അടുത്ത് ചോദിക്കാത്ത. പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ കുറച്ച് ഡീസന്റ് ആണല്ലോ. പക്ഷെ അല്ല, ജനറേഷൻ മാറുമ്പോൾ ഭയങ്കര വ്യത്യാസം വന്നൊരു സംഗതിയായിരുന്നു അത്. പക്ഷെ വിഷ്ണുവിന് എപ്പോഴും അധികം കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ. അത് പക്ഷെ നമ്മുടെ കംഫർട്ട് സോൺ ആയിപ്പോയി. അതിപ്പോ എനിക്ക് ക്ലീനിങ് ചെയ്യാൻ അധികം കുക്കിംഗ് കഴിഞ്ഞാൽ ഇഷ്ടമല്ല, അത് വിഷ്ണു ചെയ്യും. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, എല്ലാം കൂടെ ഒരാൾ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ ലൈക്ക് ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞത് കൊണ്ട് പെൺകുട്ടിക്ക് കുക്കിംഗ് അറിയണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. 2 പേർക്കും കുക്കിംഗ് അറിയണം. കുക്കിംഗ് ഒരു ലൈഫ് സ്കില്ലാണ്. അത് അറിയാത്തത് ഏത് ജെൻഡർ ആണെങ്കിലും മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ അവളെ കൊള്ളിച്ചു പറഞ്ഞു. പക്ഷെ എനിക്കൊക്കെ ഓൾറെഡി കുറച്ച് കുക്കിംഗ് അറിയായിരുന്നു ഇങ്ങനെ. പക്ഷെ ഇവള് ഭയങ്കര പഠിത്തത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു, ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഞാൻ കുറച്ച് കുക്കിങ്ങിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അത് കുക്കിങ്ങിൽ ഫോക്കസ്ഡ് ഒന്നും ആയിരുന്നില്ല. എന്ത് കുക്കിംഗ് അത് എന്താണ് കാരണം? എന്താണ് അമ്മന്നെ പറയൂ. ഇവിടെ അങ്ങോട്ട് അടുക്കളയിൽ കയറിയുണ്ടല്ലോ, ബാക്കി ഞങ്ങൾക്കറിയാലോ. ഞാൻ ഇവിടെ തിരിയുമ്പോക്ക് ഇവിടെ തുടച്ചുണ്ടാവും, മറ്റേ ഉള്ളി കട്ടി എടുക്കുമ്പോക്ക് ഉള്ളി 4 കഷ്ണമായി അടുപ്പത്ത് കയറിയുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേ ചെന്ന ഉടനെ നമ്മളിങ്ങനെ അവിടെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ
അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ഭയങ്കര അത്ഭുതമാണല്ലോ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യൊക്കെ ചെയ്യണത്. വേറെ ആൾക്ക് ഞാൻ കുക്ക് ചെയ്യണം എന്താ ഒരു രസം ഉണ്ടാവില്ല, പിന്നെ ഓൾറെഡി പത്രാസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ എന്നിട്ട് ഞാൻ ഇങ്ങനെ സംശയമൊക്കെ അന്ന് അമ്മമ്മേനെ വിളിച്ചിട്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ മനസ്സിൽ റിയൽ കുക്ക് അമ്മമ്മയാണല്ലോ. അപ്പൊ ഞാൻ എത്ര ഇഡ്ലിക്ക് എത്ര ഇടണം, ദോശക്ക് എത്ര ഇടണം, അപ്പൊ ഉലുവ അപ്പൊ എന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കുക ചെയ്യും. എന്റെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അമ്മമ്മയോടൊപ്പം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് അമ്മമ്മയ്ക്ക് ഞാൻ ഒന്ന് കഴിഞ്ഞിട്ട് ചിരിയൊക്കെ വരും. വേറെ ആരെങ്കിലും പൊട്ടിച്ചു ഞാൻ മറ്റേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞാൻ ബിരിയാണി കഴുകിയിട്ടുണ്ട്. ഉപ്പ് കൂടിയിട്ട് ബിരിയാണി കഴുകല്ല, അരി ഫുൾ അങ്ങോട്ട് കഴുകി. അത് കഞ്ഞിയായി, അരിയല്ല കഴുകിയത്, ചോറ് വെച്ചിട്ട് ബിരിയാണി. ചോറ് വെച്ചപ്പോ എനിക്ക് ബിരിയാണിക്ക് വേറെ അരി ഉണ്ട് എന്നുള്ളത് എനിക്ക് മുഴുവൻ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പൊന്നി തന്നെ ബിരിയാണി വെച്ചപ്പോ അതിൽ ഉപ്പ് നല്ലോണം കൂടി. അപ്പൊ ഞാൻ നല്ലോണം സിങ്കിന്റെ താഴെ കഴുകി. പിന്നെ അത് എത്ര ഊറ്റിയിട്ടും ശരിയായില്ല. അവസാനം അത് വെച്ച് ഞാൻ ഇതുണ്ടാക്കി. പിന്നെ നമുക്ക് ഫുഡ് കളയാൻ മടിയുള്ളത് കാരണം ഞാൻ വിഷ്ണുവിനെ കൊണ്ട് മുഴുവൻ കഴിപ്പിച്ചു. വിഷ്ണു മുഴുവൻ കഴിച്ചു. നമ്മുടെ അഭിപ്രായത്തിൽ അമ്മ ഏറ്റവും അടിപൊളി ഉണ്ടാക്കണം എന്താ? അങ്ങനെ വെച്ചാൽ എല്ലാം അടിപൊളിയാണ്. അല്ല അമ്മക്ക് മോരുകറി അടിപൊളിയായിട്ടുണ്ടാക്കും. കോൺഫിഡൻസ് അത് കാരണം ദിവസം ഉണ്ടാക്കണ കറിയാണ് മോരുകറി. പിന്നെ സാമ്പാർ അതേസമയം വളരെ ദുർലഭമായിട്ട് ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് അത്ര. പക്ഷെ നമ്മുടെ സാമ്പാർ ഭയങ്കര ഹിറ്റാ. അവിടെ വന്നു പോയി ഉണ്ടാക്കിയിട്ട് നെതർലാൻഡ്സിൽ സാമ്പാർ ഉണ്ടാക്കിയിട്ട് എല്ലാരും സാമ്പാറിന് അമ്മയുടെ സാമ്പാറാണ് അടിപൊളി എന്നാണ് പറഞ്ഞത്. പലയിടത്തും പോയി സദ്യ കഴിച്ച് തന്നിട്ടൊക്കെ അവര് പറയുന്ന അവസാനം ഇവിടുന്ന് ഐശ്വര്യയുടെ അമ്മ ഉണ്ടാക്കിയ സാമ്പാറാണ്. അതിന് രഹസ്യം എന്താ അറിയോ? എന്താണ് മറ്റേ കാടാമ്പുഴ ഒരു നമ്പൂതിരിയുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള സാമ്പാർ പൊടിയാണ് അതിന്റെ രഹസ്യം. അത് നല്ല സാമ്പാർ പൊടിയായിരുന്നു. പിന്നെ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചുണ്ടാക്കില്ലേ, വീട്ടിലുണ്ടാക്കണ പോലെ ഇല്ലല്ലോ. അന്ന് കുറേ അധികം, ഞാൻ ആദ്യമായിട്ട് അത്രയധികം സാമ്പാർ ഉണ്ടാക്കണത്. 10-25 ആൾക്കുള്ള 25 30 പേർക്കുള്ള സാമ്പാർ ഉണ്ടാക്കി. അന്ന് സാമ്പാർ നന്നായിരുന്നു. എങ്ങനെയോ ക്ലിക്ക് ആയതാ, നല്ല സാമ്പാറായിരുന്നു. പക്ഷെ അതല്ലാതെ നമ്മുടെ നല്ലതെന്താ ഞാൻ പറയുകയാണെങ്കിൽ കൂന്തൽ റോസ്റ്റ് നല്ലതാ. നമ്മുടെ ഈ കഴിച്ചിട്ടുണ്ടോ കൂന്തൽ റോസ്റ്റ്? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് തന്നെ അധികം നമ്മുടെ കൂന്തൽ റോസ്റ്റ് നല്ലതാണ്, ചെമ്മീൻ റോസ്റ്റ് നല്ലതാണ്. നല്ല കളർ വന്നു, മീൻകറിക്ക് നല്ല ഉഷാറ് കളർ കണ്ടോ. മറ്റേത് കീറിട്ടോ മുളക് കീറിട്ടു. ഇപ്പൊ കണ്ടില്ലേ, വെളിച്ചെണ്ണ തൂക്കിയോ? അത് അവസാനം ലാസ്റ്റിൽ വാങ്ങുമ്പോ. ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി തരാം ഒരു പ്രാവശ്യം. എനിക്ക് പൊയ്ക്കാന്നല്ല മനസ്സ് പറഞ്ഞു. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അടുക്കളയിൽ മാത്രമായിട്ട് 2 മണിക്കൂർ സമയം തരണം. കൂന്തൽ കൊണ്ടുവന്ന് നേരെയാക്കി അത് വെജിറ്റബിൾ കട്ട് ചെയ്ത് റെഡിയാക്കി കൂന്തൽ റോസ്റ്റ് ചെയ്യണ വരെ അങ്ങനെ ഒരു സമയം തന്ന അമ്മോട് നിൽക്കുന്നുണ്ടോ? അല്ല, അത് അമ്മേനെ ഇവിടെ അടുക്കളയിൽ പൂട്ടിട്ടാലും അമ്മോട് അടുക്കളയിൽ നിൽക്കില്ല, തുറന്നിട്ട് അപ്പക്ക് യുവിക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, അപ്പക്ക് യുവിക്ക് പാൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കുമ്പോഴാണ് ശരിയാവും. അപ്പൊ ഞാൻ അറിയാതെ ഒരു ഈച്ചോടെ പറന്നു എന്നൊരു സംശയം തോന്നും. അപ്പൊ അവിടേക്ക് ഓടും. ചില ഫുഡിൻ്റെ ഒക്കെ മണം നമുക്ക് ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു പറയില്ലേ. എനിക്ക് ഈ ഒരു മീൻ തിളയ്ക്കുന്ന മണം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ടൈമും അന്ന് രാത്രി കഴിച്ചിരുന്ന ഡിന്നറും ഒക്കെ എനിക്ക് ഓർമ്മ വരികയായിരുന്നു. നമുക്കിനി നമ്മുടെ ചോറ് വിളമ്പാട്ടോ. ഞാനും അപർണയാണ് സത്യം പറഞ്ഞാൽ കഴിക്കാനുള്ളൂ, ബാക്കി എല്ലാവരും കഴിച്ചിരിക്കണം. നല്ല ആവി പറക്കണ കുത്തരിച്ചോറ്. ഞാനിപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപർണ ബൾക്കിങ്ങിലും ഞാൻ ഫാറ്റ് ലോസിലുമാണ്. അതുകൊണ്ട് അപർണക്ക് ഇച്ചിരി ചോറാവാം. ഇത്ര എൻ്റെ ചോറിൻ്റെ അളവ് പറയാട്ടോ. ഇത് നല്ല ഉണക്കസ്രാവ്. ഞാനിപ്പോ റീസെന്റ് ആയിട്ടാണ് ഉണക്കസ്രാവിന് കരിവാട് എന്ന് പറയുന്നുള്ളത്. സ്രാവിനല്ല, ഉണക്കമീനിനെ. എനിക്ക് ഉണക്കസ്രാവാന്ന് എനിക്ക് അറിയ സ്രാവ് എന്നല്ല ഉണക്കമീനാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കരിവാട് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉണക്കസ്രാവ്. ഡയറ്റിംഗ് ആണെങ്കിൽ ഇച്ചിരി ഉണക്കസ്രാവ് ആവാം. എൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ളൊരു ഡയറ്റിംഗാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. ഇന്നലെ അമ്മ ഉണ്ടാക്കിയ നല്ല ഉഷാറ് ചെമ്മീൻ റോസ്റ്റാണ്. കുറച്ച് ചെമ്മീൻ റോസ്റ്റ് മതി. നല്ല തോലുള്ള കായും വലുതാക്കി എറിഞ്ഞ അച്ചിങ്ങ, അച്ചിങ്ങ എന്ന് എവിടെ പറയുക, പയറും കൂടെയുള്ള. അമ്മയ്ക്കുണ്ടോ? വെറുതെ വെക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഡീസൻ്റ് ആയിട്ട് വിളമ്പാണെങ്കിൽ അതൊന്നും വിഷയമല്ല. പപ്പടത്തിൻ്റെ പാത്രം കഴുകാനായിരിക്കണം, അത് കൊണ്ടുപോയേ പറ്റും. നമ്മുടെ മോര് കറി. ഈ കറി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുക്കും, ഉറപ്പാ. തിളച്ചോണ്ടിരിക്കുന്ന മീൻകറി. ശരിക്കും പറഞ്ഞാലേ ഇരിക്കണം, അതിനുള്ള സമയം നമുക്കില്ല.
എന്നെപ്പോലെ ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, മുന്നേ ഒന്നും ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കില്ലായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞ് കഴിച്ചു തുടങ്ങിയത്. മുന്നേ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അങ്ങോട്ട് ചെയ്തു തീർക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ചില ഫുഡ് ചില ആൾക്കാർ നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കാണുമ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈം എനിക്ക് ആ ഫുഡ് ഞാൻ അതാലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ആ ഫുഡ് കഴിക്കും. അതായത് ഈ മീൻകറി ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇങ്ങനത്തെ മുളകിട്ട മീൻകറി. അച്ഛനത് കഴിക്കുന്നത് ആലോചിച്ച് ഞാൻ കഴിക്കുമ്പോൾ എനിക്കതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ അമ്മേനെ മോരുകറി മഞ്ഞക്കറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇടയ്ക്കതൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തോ ഒരു വലിയ സാധനം മിസ് ചെയ്ത പോലെ തോന്നും കേട്ടോ. ഏകദേശം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് കഴിച്ചു തുടങ്ങിയ ഒരു സാധനമല്ലേ. പിന്നെ അപർണ പറഞ്ഞ പോലെ ഇത് നമ്മുടെ നോൺ വെജിൻ്റെ ഒക്കെ ഒപ്പം ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒക്കെ ഒപ്പം നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ലഞ്ച് കഴിച്ചു. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അമ്മേനോട് തോണ്ടിയും പിടിച്ചുമൊക്കെ വർത്താനം പറയുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഒരു നേരം കിട്ടുന്നത് എത്ര അടിപൊളിയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാനും അപർണയും കൂടെ എൻജോയ് ചെയ്ത് ലഞ്ച് കഴിച്ചു. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി.